ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഓക്കെ, സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ അല്ലേ? സാക്കിനായ നൂനിന് ശേഷം തൻവീനു ശേഷം നമുക്ക് എത്ര ഉണ്ട്? 1 2 3 4 5 5 നിയമങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാമുൻ ബിലാ ഗുന്ന, ഇഖ്ലാബ്. ഓക്കെ, ഇദ്ഹാർ പറഞ്ഞ നമ്മൾ പഠിച്ചു എന്താണ്? അത് വെളിവാക്കലാണ്. അതായത് എങ്ങനെയാണുള്ളത് അങ്ങനെ ഓതാ, മണിക്കണ്ട, ശ്രദ്ധ കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ആ തെൻവീനിനെ അതുപോലെ തന്നെ നൂനിനെ എന്ത് ചെയ്യുക? അവിടെ വെളിവാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഓതണം. ഓക്കെ, അക്ഷരങ്ങള് എത്രണ്ണാണ്? 6 ഉള്ളത്. ഹംസ, ഹാ, ഹാ, ഖാ, ഐന്, ഗൈന്. ഹംസ, ഹാ, ഖാ, ഐന്, ഗൈന്. ഈ 6 അക്ഷരങ്ങള് സാക്കിനായ നൂനിന്റെ ശേഷമോ അല്ലെങ്കിൽ തൻവീനിന് ശേഷമോ വന്നാല് നമ്മൾ എന്ത് ചെയ്യണം? വെളിവാക്കി ഓതണം, അതായത് വ്യക്തമാക്കി ഓതണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. മൻ ആമന. മൻ ആമന എന്ന് ഓതണോ? വേണ്ട, ജസ്റ്റ് മൻ ആമന. അതിന്റെ പുറത്ത് തൻവീന്റെ ഉദാഹരണം കുല്ലുൻ ആമന ബില്ലാഹ്. ഹാഇന് അൻഹും കുല്ലൻ ഹദൈന മിൻ ഇൽമിൻ ഇന്നല്ലാഹ സമീഉൻ അലീം അതഅബുദൂന മാ തൻഹിതൂൻ വല്ലാഹു അലീമുൻ ഹകീം അൻ ഗളിബ ഖൗലൻ ഗൈർ മിൻ ഖൈർ. മിൻ ഖൈർ നുനേഷൻ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അപ്പോൾ ഇതാണ് എന്ത്? ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്ത നോക്കാം. സാക്കിനായ നൂനിന്റെയും തൻവീന്റെയും ശേഷം വരുന്ന അടുത്ത നിയമമാണ് ഇദ്ഗാമുൻ ബിഗുന്ന. ഗുന്നത്തോടുകൂടെ, അതായത് എന്ത് ചെയ്യണം? മണിക്കലോടുകൂടെ ശ്രദ്ധ കൊടുത്ത് ഓതണം. മണിക്കും വേണം, ശ്രദ്ധ കൊടുക്കും വേണം. ഇതിന്റെ ഉദാഹരണമാണ്, ഇതിന്റെ അക്ഷരങ്ങളാണ്, ലെറ്റേഴ്സ് ആണ് നൗമി, നൂന്, വാവ്, മീമ്, യാ അല്ലേ? ഈ 4 അക്ഷരങ്ങള് തൻവീനിന് ശേഷോ അല്ലെങ്കിൽ സാക്കിനായ നൂനിന് ശേഷോ വന്നാല് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ കൊടുത്ത് മണിച്ചു ഓതണം. ഓക്കെ, ഇതിന്റെ ഉദാഹരണം അൻ യഖൂല്. ഇദ്ഹാറാണെങ്കിൽ അൻ യഖൂൽ എന്നാണ് ഓതുക. ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്, അതുകൊണ്ട് എങ്ങനെ ഓതണം? യാഇന് ശ്രദ്ധ കൊടുക്കണം. അമ്മൻ, മീമിന് ശ്രദ്ധ കൊടുക്കണം. ഇപ്പോഴത്തെ ഖുർആനിലൊക്കെ എന്ത് മീമിന് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് ആ ഡയറക്റ്റ് ആയിട്ട് ശ്രദ്ധ കൊടുത്ത് ഓതിയാൽ മതി. ഇനി അഥവാ മീമിനവിടെ ശ്രദ്ധ കൊടുത്ത് അവിടെ കാണുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ കൊടുത്ത് ഓതണം. കാരണം ഇദ്ഗാമും ബിഗുന്നയാണ്. നൂനിന്റെ ശേഷം മീം വന്നു. മിൻ വലിയൻ മിൻ നിഅമത്തിൻ ഖൈറൻ യറ വലഅബ്ദും മുഅ്മിൻ ശഹീഖൻ വഹിയ ആമിലത്തുൻ നാസിബ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇദ്ഗാമിൻ ബിഗുന്ന എന്ന് പറഞ്ഞാല് സാക്കിനായ നൂന് ഒരു പദത്തിലും പിന്നെ നൗമി എന്നുള്ളത് അടുത്തൊരു പദത്തിലാണ്. അല്ലെങ്കിൽ തൻവീന് ഒരു പദത്തിലും നൗമി എന്നുള്ളത് എന്താകണം? അടുത്ത പദത്തിലാകണം. മനസ്സിലായില്ലേ? രണ്ടും ഒരു പദത്തിലാകരുത്. നമുക്ക് ഉദാഹരണം നോക്കാം. ഇവിടെയുള്ള ഇവിടെ സത്യം പറഞ്ഞാൽ എന്തുണ്ട്? സാക്കിനായ നൂനുണ്ട്, നൂനിന് ശേഷം വാവുണ്ട്. വാവ് ഇദ്ഗാമിന്റെ അക്ഷരാണ്. പക്ഷെ ഇവിടെ എന്തില്ല? ഈ നിയമം ബാധകല്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു 2 പദങ്ങളിലായിട്ട് വരണം. ഇവിടെ എന്താ ഉള്ളത്? ഒറ്റ പദത്തിലാണ് അല്ലേ? അതുകൊണ്ട് ഇവിടെ ടിൻവാൻ, അജസ്വാൻ, ടിൻവാൻ, ബുന്യാൻ, സിൻവാൻ. അങ്ങനെ അടുത്തതാണ് ഇദ്ഗാമുൻ ബിലാ ഗുന്ന.
മണിക്കാതെ എന്ത് ചെയ്യണം? ഷദ്ദ് കൊടുക്കുക. ബിലാ ഗുന്ന, ഉന്നത്ത് ചെയ്യണ്ട, മണിക്കാതെ എന്ത് ചെയ്യണം? ഇത് അക്ഷരാണ് സാക്കിന നൂന് ശേഷോ തൻവീന് ശേഷോ റാമോ ലാഓ വന്നാൽ എന്ത് ചെയ്യണം? മണിക്കാതെ ഷദ്ദ് കൊടുത്തോത്. വലാക്കില്ല, വലാക്കിൻ ലാ എന്നാണ് അവിടെ എങ്ങനെ ഓതാ? പല ആളുകൾക്കും ഒരു ഡൗട്ടാണ് വലാക്കില്ലാന്ന് മുതല്. അതെന്തായാലും പറ്റൂല. കാരണം എന്താണ്? ഇദ്ഗാം ബിലാ ഗുന്നയാണ് മണിക്കരുത്. വലാക്കില്ല മിർ റബ്ബിഹിം, മിൻ റാന്ന് ഓതരുത്, മിർ റബ്ബിഹിം കുല്ലുല്ലഹു ലറഊഫുർ റഹീം. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തതാണ് ഇഖ്ലാബ്. മണിക്കലോടുകൂടെ എന്ത് ചെയ്യണം? മീമാക്കി മറിക്കണം. നൂനിന് എന്ത് ചെയ്യണം? നമ്മൾ മീമാക്കി മറിക്കണം. ഓക്കെ, ഇഖ്ലാബും എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്തുണ്ടാക്കും? മുകളിലൊരു മീം ഉണ്ടാകും അല്ലെ? സാക്കിനായ നൂന് ശേഷം മീമിന് ശേഷോ സാക്കിനായ നൂനോ തൻവീനിന് ശേഷോ ബാ വന്നാൽ എന്ത് ചെയ്യണം? ഇഖ്ലാബ് ചെയ്യണം. മണിക്കലോടുകൂടെ മീമാക്കി മറിച്ചിട്ട് വേണം ഓതാൻ. നമുക്ക് ഉദാഹരണം നോക്കാം. അൻ എന്ന് പറയരുത്, നൂനല്ല, അവിടെ എന്താക്കണം? മീമാക്കണം. فلما جاءها نودي അലീമുൻ എന്നാണ് അവിടെ ഉള്ളത്. കാണുമ്പോൾ ഒരു നമ്മ ഉണ്ടാവുള്ളൂ, പക്ഷെ അവിടെ രണ്ട് നമ്മളുണ്ട്. ഓക്കെ, എന്നാൽ അവിടെ എന്തില്ല? അവിടെ ഇഖ്ലാബ് ഇല്ല, പക്ഷെ ഈ മീം എന്തിനുള്ളതാണ്? നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? നിർത്താൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇഖ്ലാബ് എന്നറിയിക്കുന്ന മീനിന്റെ വാല് താഴത്തേക്കാകും, നിർത്തണം എന്നറിയിക്കുന്നതിന് മീമിന്റെ വാല് സൈഡിലേക്കായിരിക്കും. അടുത്തതാണ് ഇഖ്ഫാഉം ബി ഗുന്ന. മണിക്കലോടുകൂടെ അവ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്യണം? ഓതണം. മണിക്കലോടുകൂടെ അവ്യക്തമാക്കണം. അപ്പൊ ഷദ്ദ് കൊടുക്കൽ ഇപ്പൊ ഇവിടെ ഉള്ളത്, ഷദ്ദ് കൊടുക്കൽ ഇദ്ഗാം. ഇദ്ഗാമിന് പേരൊന്നൊക്കെ ഷദ്ദ് കൊടുക്കണം. ഇദ്ഗാം ബി ഗുന്നക്കും ഇദ്ഗാം ബിലാ ഗുന്നക്കും. ഇനി ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? മണിക്കലോട് കൂടെ അവ്യക്തമാക്കണം. ഇഖ്ഫാ ബി ഗുന്ന എന്നൊക്കെ പറയും. നമ്മൾ മുന്നേ പറഞ്ഞ അക്ഷരങ്ങളാൽ എല്ലാത്തതൊക്കെ എന്തിന്റെ അക്ഷരാണ്? ഇഖ്ഫായിന്റെ അക്ഷരങ്ങളാണ്. ഈ 15 അക്ഷരങ്ങൾ സാക്കിനായ നൂനിന് ശേഷമോ തൻവീന് ശേഷമോ വന്നാൽ മണിക്കൂറുകൂടെ അവ്യക്തമാക്കണം. നോക്കാം എങ്ങനെയാണ് അവ്യക്തമാക്കിയത്? നൂനിനെ എന്ത് ചെയ്യണം? വ്യക്തമാക്കിയത്. മൻ എന്ന് ഓതരുത്, അല്ലേ? വലഖദ് അൻദറഹും ലുഅ്ലുഅൻ മൻസൂറാ ഇന്ന ലദൈനാ അൻകാലൻ വജഹീമാ അൻക ഇദ് അൻജാ കിതാബൻ യൽഖാഹു മൻശൂറ എന്നുള്ളത്. ولقد خلقنا الإنسان وجعلوا لله أندادا هذا يوم لا ينطقون وهذا كتاب أنزلناه مبارك إنكم ظلمتم أنفسكم كنتم خير أمة من سجين فإذا هم قيام ينظرون. ഓക്കെ, അപ്പോ സാക്കിനായ നൂനിന് ശേഷവും തൻവീനിന് ശേഷം ഈ സൈഡിലുള്ള ഉദാഹരണം അങ്ങനെ അതന്നെയല്ലേ? അതെ. ഇത്
ഫസ്റ്റത്തുള്ളത് അത് ഒരു വാക്കിൽ വരുന്നത്, ആ സെക്കൻഡത്തത് 2 വാക്കിലായിട്ട്, മൂന്നാമത്തത് തൻവീനു ശേഷം വരുന്നത്. ആ ഉം. ഇതിലിപ്പോ നമ്മള് നമുക്ക് സാക്കിന നൂനിന് ശേഷവും തൻവീന് ശേഷം വരുന്നതിൽ മണിക്കുന്ന ശബ്ദ് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, വ്യക്തമാക്കുന്ന ഒരു ഭാഗമുണ്ട്, വ്യക്തമല്ലാത്തൊരു ഭാഗമുണ്ട്. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി ഓതാം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ അത് ഇദ്ഗാം ബിലാഗുന്നാണെങ്കിലും ബിഗുന്നാണെങ്കിലും എന്ത് ചെയ്യാം, അവിടെ ശബ്ദ് കൊടുക്കണം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കരുത്, ഇദ്ഹാറിന്റെ ഓപ്പോസിറ്റ്. ഇദ്ഹാർ വ്യക്തമാക്കണം, ഇഖ്ഫാ വ്യക്തമാക്കരുത്. മണിക്കണം. മറ്റത് മണിച്ച് ശ്രദ്ധ ചെയ്യണം, മറ്റത് മണിക്കാതെ ശ്രദ്ധ ചെയ്യാം അല്ലേ? യെസ്. അടുത്തതാണ് അഹ്കാമുൽ മീമിന് സാക്കിന. ഈ സാക്കിനായ മീമിന് ശേഷമുള്ള വിധികളാണ് പറയുന്നത്. ഓക്കെ, സാക്കിനായ മീമിന് ശേഷം നമുക്ക് 3 ഉള്ളത്: ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഹാർ. ഇത് പഠിക്കാൻ ഒറ്റ പണിയില്ല. അതായത് സാക്കിനായ മീമിന് ശേഷം മീമും ബാഉം അല്ലാത്തത് വന്നാൽ എന്ത് ചെയ്യാ, ഇദ്ഹാറാക്കുക. മീമും ബാഉം അല്ലാത്തത് വന്നാൽ എന്ത് ചെയ്യാ, ഇദ്ഹാറാക്കുക. അതായത് എന്ത് മണിക്കും വേണ്ട, ശബ്ദ കൊടുക്കണ്ട, ജസ്റ്റ് അവിടെ എന്താണുള്ളത് അതുപോലെ വ്യക്തമാക്കിയിട്ടുണ്ടോ. മീമ് വന്നാൽ എന്ത് ചെയ്യണം, ശബ്ദ കൊടുത്ത് മണിച്ചോദനം. ബാഉ വന്നാൽ അവ്യക്തമാക്കിയിട്ട് മണിച്ചോദനം. ഓക്കെ, അതായത് മീമും ബാഉ വന്നാൽ മണിക്കുക, ബാക്കിയുള്ളത് വന്നാൽ മണിക്കാതിരിക്കുക. ഇദ്ഗാമിന്റെ അക്ഷരാണ് മീം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാല് മാലഹും മിനല്ലാഹ്, മാലഹും മിനല്ലാഹ്. മീമിന് ശേഷം മീമ് വന്നു, അപ്പൊ എന്താണ് ഇവിടെ, മീമിന് ശേഷം മീം വന്നു, അപ്പൊ മണിച്ചോദ. മണിച്ച് ശബ്ദം ഓർത്തോത, ഇദ്ഗാം. അമ്മൻ, അവിടെയും സാക്കിനായ മീമിന് ശേഷം മീമ് വന്നു, എന്ത് ചെയ്യാ, മണിച്ച് ശബ്ദം കൊടുത്തോത. അടുത്തതാണ് ഇഖ്ഫാ. ഓക്കെ, ഇവിടെ ഈ ഒരു ഹുറൂഫിന്റെ ഇവിടെ ഇഖ്ഫാ എന്നാട്ടോ, ഇവിടെ സോറി, ഇവിടെ ഇഖ്ഫാ എന്നല്ല, ബാ എന്നാണ്. പിന്നെ മാലംബി, ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ ഇഖ്ഫായിന് ഒരു ഒറ്റ അക്ഷരമുള്ളത്, അത് ബാ ആണ്. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാല് നമ്മൾ എങ്ങനെ ഓതണം, അവ്യക്തമാക്കിയിട്ട് മണിച്ചോദാം. അതായത് നമ്മളിപ്പോ സാക്കിന നൂനിന് ശേഷം ഇഖ്ഫാ വന്നാല് നൂനിനെ അവ്യക്തമാക്കിയിട്ട് മണിക്കണം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ മീമിനെ എന്ത് ചെയ്യണം, അവ്യക്തമാക്കിയിട്ട് മണിക്കണം. അതായത് സാധാരണ നമ്മളിപ്പോ മാലഹും ബിഹി എന്ന് പറയുമ്പോ ചുണ്ടുമ്മ തട്ടും, എന്നാലും എന്ത് ചെയ്യാ, ചെറിയൊരു ചുണ്ടിന് എന്ത് ചെയ്യാ, ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക. അപ്പം മാലഹും ബി, നല്ല എന്ത് ചെയ്യണ്ട, ചുണ്ട് പ്രസ് ചെയ്യാതെ ഇവിടെ ബാ ആക്കി നിക്കണമെന്നില്ല, അവിടെ ഉള്ള ബാ നമ്മൾ പറയണം, മീമിനെ അവ്യക്തമാക്കാന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മള് മീമ് പറയുമ്പോ എന്തായാലും ചുണ്ടുമ്പോ തട്ടും, നല്ലാണ്ട് പ്രസ് ചെയ്യാതെ ചെറിയൊരു നിലക്ക് എന്താ, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് എന്നുള്ള. ഓക്കെ, അടുത്തതാണ് ഇൽഹാർ. ആ മീമും അതുപോലെ തന്നെ ഏതാ, ബാഉം അല്ലാത്ത എല്ലാ അക്ഷരം എന്താണ്, ഇദ്ഹാറാണ്. നമുക്ക് നോക്കാം. യഹ്സബുഹു ലംആനു, ലംആനു ഹംസ, ലംആനു മാഅ, ലംആനു മാഅ. ഇബാദുൻ ഇബാദുൻ അംസാലു, ഇബാദുൻ അംസ, അംസ. അവിടെ എന്താണ് ഉള്ളത് പോലെ ഉണ്ടാവും, ഇതേ മതി. ഇബാദുൻ അംസാലുക്കും. ഇവിടെ 2 ഇദ്ഹാർ വരുന്നുണ്ട്. ഒന്ന് ഇബാദുൻ, ആ സാക്കിനായ തൻവീന് ശേഷം ഹംസ വന്നിട്ടുണ്ട്, അപ്പോഴും ഇദ്ഹാർ. പിന്നെന്തുണ്ട്, സുക്കൂനിന് ശേഷം സാക്കിനായ മീമിന് ശേഷം സാബ് വന്നു, ഇദ്ഹാർ. ഓക്കെ, ഇബാദുൻ അംസാലുക്കും യംഹഖുല്ലാഹു الربا ويربي الصدقات هم درجات عند الله. هم درا, സാക്കിനായ മീമിന് ശേഷം ദാല്. അംറം
من عندنا إنا كنا مرسلين فسبحان الله حين تمسون سواء علينا سواء علينا മദ് അതാ അങ്ങനെ ചോദിക്കണം. لا سواء علينا سواء അവിടെ ഇൽഹാറ് سواء ساكنة سوري تنوين يسمعين سواء علينا أجزعنا أم صبرنا وأمطرنا عليهم مطرا وأمطر ساكنة ميم يسم طائر وسقوا ماء حميما فقطع أمعاء ساكنة ميم يسم عين أولئك أصحاب الجنة هم فيها خالدون هم في ساكنة ميم يسم وظهر أمر الله وهم كارهون ويمنعون الماعون فمهل الكافرين أمهلهم رويدا ഇവിടെ അംഹിൽഹും ഇല്ല അംഹി ഓക്കെ സാക്കിന മീമിന് ശേഷം ഹാ വന്ന ഇൽഹാറാണ് അതിനുശേഷം ഹിൽഹുംന്നില്ല അംഹിൽഹുംന്നില്ല അംഹിൽഹും അവിടെ എന്താ നിയമം ഉണ്ടോ അവിടുത്തെ നിയമം എന്താ അവിടെ സുക്കൂനാണെന്നുണ്ട് സുക്കൂന് ശേഷം ഹാ ഉണ്ട് അപ്പൊ അത് എന്താണ് ഇൽഹാറ് അവിടെ അങ്ങനെ നിയമല്ല ഇല്ല ലാമല്ലേ നമ്മള് സാക്കിനായ മീമാണ് പറഞ്ഞത്. അത് ശരി, ഞാൻ നൂനാന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. ഓക്കെ അംഹിൽഹും റുവൈദ. പിന്നെ നമ്മളെന്താണ് ശദ്ദുള്ള എല്ലാ നൂനിനെയും മീമിനെയും മണിക്കണം. قام عبد الله ثم إن علينا حسابهم. ഇവിടെ അബ്ദുല്ലാന്ന് പറഞ്ഞോടെ, എന്ന് പറഞ്ഞോടെ. എവിടെ وأنه لما قام عبد الله ثم إن علينا حسابهم. ഓക്കേ, ഇതാണിപ്പോ സാക്കിനായ നൂനും ശേഷമുള്ളതൊക്കെ. ഓക്കെ.